കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനായി റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-ന് രാജ്യത്തിന് സമർപ്പിക്കും. റെയിൽവേ സ്റ്റേഷന്റെ വികസനം സംബന്ധിച്ച് നടന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. NK പ്രേമചന്ദ്രൻ MP റെയിൽവേയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. കൊല്ലം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 361 കോടി രൂപ ചെലവഴിച്ചാണ് റെയിൽവേ സ്റ്റേഷൻ അടിമുടി മാറ്റുന്നത്. 50% ജോലികൾ ഇതുവരെ പൂർത്തീകരിച്ചു. 400 മുതൽ 1000 തൊഴിലാളികൾ വരെ ചില ദിവസങ്ങളിൽ ജോലി ചെയ്ത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി എത്തണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നവീകരണത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കെട്ടിടം പൊളിച്ചു തുടങ്ങി. ഇതോടെ താൽക്കാലികമായി ക്രമീകരിച്ച പ്രധാന പ്രവേശനപാത NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആഗോള നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിലേക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെയും പേര് കൂട്ടിച്ചേർക്കുന്ന നിലയിലേക്കാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. ഈ നിർമ്മാണ പ്രവൃത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഏതാണ്ട് ശരാശരി ഒരു ദിവസം 400-500 തൊഴിലാളികളുടെ പണിയെടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ 1000-ലധികം തൊഴിലാളികൾ പണിയെടുത്ത ദിവസവും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും മാൻഡേയ്സ് ഉണ്ടായിട്ടും തൊഴിൽ ദിനങ്ങൾ ഉണ്ടായിട്ടും സുരക്ഷയുമായി ബന്ധപ്പെട്ട്, സേഫ്റ്റി ആംഗിളുമായി ബന്ധപ്പെട്ട് ഒരനിഷ്ടകരമായ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ നിർമ്മാണ പ്രവൃത്തിയുടെ ക്വാളിറ്റിയെ, ഇതിന്റെ ഗുണനിലവാരത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്ന ഒരു സംരംഭം കൂടിയാണ്. സദേൺ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്കറിയ, ചീഫ് എഞ്ചിനീയർ മുരാരിലാൽ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ചന്ദ്രു പ്രകാശ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.